ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം എന്ന ആ സ്തോത്രകാവ്യം ഭഗവാന്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ഇന്ന് നാരായണീയ മധുരത്തിൻ്റെ 49ാമത്തെ ദിവസത്തിലേക്ക് നമ്മളെത്തിയിരിക്കുന്നു. ഇവിടെ 5ാമത്തെ ദശകത്തിൽ 4ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്ത് സമർപ്പിക്കുന്നത്. ആദ്യം ശ്ലോകം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് കടന്ന് പിന്നീട് പതിവ് പോലെ ഭാഷാഗാനം പാടി സമർപ്പിക്കാം. മായാസന്നിഹിതോപ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപരാ കാലാദിപ്രതിബോധിതാധ ഭവതാ സഞ്ജോദിതാ ച സ്വയം മായാസാ ഖലു ബുദ്ധിതത്വമസൃജൽ യോസൗ മഹാനുച്യത്തെ. മായാസന്നിഹിതാ അപ്രവിഷ്ടവപുഷാ ഭവാൻ സാക്ഷി ഇതി ഗീതാ താം ഭേദൈ പ്രതിബിംബതാ വിവിശിവാൻ ജീവ അപി അപരാ ന ഏവ അധാ കാലാദിപ്രതിബോധിതാ ഭവതാ സംചോദിതാ ച സാ മായാ ഖലു സ്വയം ബുദ്ധിതത്വം അസൃജൽ
യാ അസൗ മഹാൻ ഉച്യത്തെ. മായാസന്നിഹിതഃ അപ്രവിഷ്ടവപുഷ. മായയിൽ സന്നിധാനം മാത്രം ചെയ്തവനും മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്തവനും ആണ് ഭഗവാൻ. ആ സ്വരൂപത്തോടുകൂടിയ അങ്ങയെ ഭവാൻ സാക്ഷി ഇതി ഗീത. അവിടുത്തെ എന്തു പറയുന്നു? എല്ലാത്തിനും സാക്ഷിയാണ് എന്ന് ഗീതിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ പാടി പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. താം ഭേദൈ പ്രതിബിംബതഃ. ആ മായയിൽ ഉപാധിഭേദങ്ങളോടെ ജീവ അപി, ജീവാത്മാവും അപരാ നയേവ, മറ്റൊരാളല്ല. അവിടുന്ന് തന്നെയാണ് ആ മായയിൽ ഉപാധിഭേദങ്ങളോടെ പ്രതിബിംബമായി പ്രവേശിച്ച ഭവാൻ തന്നെ ജീവാത്മാവും. ഭവാനേവ, ഭവാനേവ അതിൽ അന്തർലീനമായിട്ട് കിടക്കുന്നു. ജീവ അപി അപരാ ന ഏവ അധ കാലാദിപ്രതിബോധിത. അതിനുശേഷം പ്രകൃതിക്ഷോഭാനന്തരം, പിന്നെ കാലം, അദൃഷ്ടം, സ്വഭാവം എന്നിവയാൽ ഉണർത്തപ്പെട്ടതും ഭവതാ സംചോദിതാ ച, അങ്ങയാൽ വേണ്ട പോലെ പ്രേരിപ്പിക്കപ്പെട്ടതുമായ സാ മായാഖലു, ആ മായ തന്നെ സ്വയം ബുദ്ധിതത്വം അസൃജൽ, സ്വയമേവ താനെ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. യാ അസൗ മഹാൻ ഉച്യത്തെ, യാതൊരു ഇതിനെ, ഈ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു പറഞ്ഞു. ഈ ബുദ്ധിതത്വത്തെ മഹാൻ ഉച്യത്തെ, മഹത്തത്വം എന്ന് പറയുന്നു. അപ്പോ ഈശ്വരന്റെയും ജീവന്റെയും സ്വരൂപം പൂർവാർത്ഥത്തിലും പ്രകൃതിയിൽ നിന്ന് സൃഷ്ടിയുണ്ടായ ക്രമം ഈ ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥത്തിലും പറഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പോ അത് ഒരിക്കൽ കൂടി നമുക്ക് ശ്ലോകം ചൊല്ലാം. അതിനുശേഷം മലയാള പരിഭാഷ. മായാ സന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപര കാലാദിപ്രതിബോധിതാധ ഭവതാ സഞ്ചോദിതാ ച സ്വയം മായാസാ ഖലു ബുദ്ധിതത്വമസൃജൽ യോസൗ മഹാനുച്യത്തെ. ശ്രീഹരിയ പരിഭാഷ. നാരായണ 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 രാധാ ഗോവിന്ദ. മായാസന്നിധാനം ചെയ്തും മായയിൽ കടക്കാതെയും മംഗളസ്വരൂപിയായി സാക്ഷിയായി ഭവാൻ മായയിൽ പ്രതിബിംബമായി അവിടുത്തെ പ്രേരണയാൽ മഹാതത്വമാകും ബുദ്ധിതത്വം സൃഷ്ടിച്ചു. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.